ഒരു ആത്മാവ് രക്ഷപ്പെടണമെങ്കിൽ ആത്മാവ് ആരറിഞ്ഞിരിക്കണം? യേശുവിന് അറിഞ്ഞിരിക്കണം. യേശുവിലൂടെ അല്ലാതെ, അതുകൊണ്ടാണ് യേശു പറയുന്നത്, ഞാനാണ് വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഈ വഴി, യേശുക്രിസ്തു വഴിയല്ലാതെ ആർക്കും എന്ത് കിട്ടത്തില്ല? പിതാവിൻ്റെ അടുക്കിലേക്ക് രക്ഷ നമുക്ക് കിട്ടത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം പറയുന്ന പോലെ യോഹന്നാൻ 14:6 യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 8-ാം വാക്യം പറയുന്നത് ഇങ്ങനെയാണ്. ആ വചനം ഒന്ന് വായിച്ചേ. ജനനത്തെക്കുറിച്ച് പറയുമ്പോൾ ലൂക്കാ സുവിശേഷകൻ എഴുതുന്ന ഒരു വാക്ക്, ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാർ ഉണ്ടായിരുന്നു. ഈ ഇടയന്മാർ എപ്പോഴാണ് ആടുകളെ കാത്തുകൊണ്ടിരുന്നത്? രാത്രിയിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം എടുത്ത്, യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 13 യോഹന്നാൻ്റെ സുവിശേഷം 13:27 സ്വീകരിച്ചതിന് ശേഷം സാത്താൻ അവനിൽ പ്രവേശിച്ചു. 30-ാം വാക്യം വായിച്ചേ. ആപ്പകഷ്ണം സ്വീകരിച്ച ഉടനെ അവൻ പുറത്തുപോയി, അപ്പോൾ രാത്രിയായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് സുവിശേഷത്തിൽ ഈ രാത്രി എന്ന് പറയുന്നത് എന്താണ്? ഒരു പാപത്തിൻ്റെ, തിന്മയുടെ ഒരു സാന്നിധ്യം. അതായത് ഈ ലോകം മുഴുവനും തിന്മയുടെ സാന്നിധ്യത്തിൽ നിൽക്കുമ്പോൾ, അതുകൊണ്ടാണ് യേശുവിനെ കുറിച്ച് യേശയ്യാ പ്രവാചകൻ പറയുന്നത്. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 2-ാം വാക്യം വായിച്ചേ. യേശയ്യാ 9:2 യേശുവിനെ കുറിച്ച് പറയുന്നതാണ്. അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു, കൂരിരുട്ടിന്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഉദിച്ചു. ഹല്ലേലൂയ. അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം എന്ത് കണ്ടു? വലിയൊരു പ്രകാശം കണ്ടു. കൂരിരുട്ടിന്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഉദിച്ചു. അതായത് യേശുവിൻ്റെ വരവിനെ കുറിച്ച് പറയുന്നത്, യേശു ഒരു പ്രകാശമാണ്. എന്ത് മാറിപ്പോകാൻ വേണ്ടി? ഇരുട്ട് മാറിപ്പോകാൻ വേണ്ടി. ഇപ്പോൾ ലൂക്കാ സുവിശേഷം പറയുകയാണ്, അർദ്ധരാത്രിയിൽ ആടുകളെ കാത്തുകൊണ്ടിരുന്നവരുടെ മേൽ എന്ത് വരികയാണ്? ദൈവത്തിൻ്റെ പ്രകാശം വരുന്നതായിട്ട് പറയുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 8-ാം വാക്യം ഒന്നുകൂടെ നമുക്ക് വായിക്കാം. ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രിയിൽ കാത്തുകൊണ്ടിരുന്ന ഇടയന്മാർ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ ദൂതൻ അവരുടെ അടുത്തെത്തി, കർത്താവിൻ്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു, അവർ വളരെ ഭയപ്പെട്ടു. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ വന്നപ്പോൾ ഇരുട്ടിലിരുന്നവരുടെ മേൽ എന്തുണ്ടായി? പ്രകാശം ഉണ്ടായി. ഈ പ്രകാശം ആരാണ്? യേശുക്രിസ്തു തന്നെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് യോഹന്നാൻ 1-ാം അധ്യായം 1 മുതലുള്ള വചനം നമ്മൾ വായിക്കുമ്പോൾ, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവം തന്നെയായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോട് കൂടെ ആയിരുന്നു, സമസ്തം അവനിലൂടെ ഉണ്ടായി, ഒന്നും തന്നെ അവനെ കൂടാതെ ഉണ്ടായില്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അതായത് ഒരു മനുഷ്യന് വെളിച്ചത്തിലേക്ക് കടന്നു വരണമെങ്കിൽ, ഞാൻ ഇന്ന് ആയിരിക്കുന്നത് വെളിച്ചത്തിലാണോ ഇരുട്ടിലാണോ? യേശു ഈ ഭൂമിയിലേക്ക് വന്നത് നമ്മുടെ ഉള്ളിലുള്ള ഇരുട്ട് മാറ്റാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ, ഒരു ഹല്ലേലൂയ. യേശു ഭൂമിയിലേക്ക് വന്നത് എന്താണ്? നമ്മിലുള്ള ഇരുട്ട് മാറ്റാൻ വേണ്ടിയാണ്. യോഹന്നാൻ 1:9 വചനം എടുത്തേ. യോഹന്നാൻ 1:9 എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന പ്രകാശം, യഥാർത്ഥ പ്രകാശം. ഹല്ലേലൂയ. എന്താണ്? എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ പ്രകാശമാണ് ആര്? ക്രിസ്തു. അതായത് അതിൻ്റെ അർത്ഥം, പാപത്തിൽ ആയിരിക്കുന്ന മനുഷ്യനെ എന്തിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി? പ്രകാശത്തിലേക്ക്. പ്രകാശം എന്ന് പറയുമ്പോൾ എന്താണ്? വിശുദ്ധി. യേശുക്രിസ്തു പരിശുദ്ധി, വിശുദ്ധി, അതല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ
ഈ ദൈവം ഭൂമിയിലേക്ക് വന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മളെ ഓരോരുത്തരെയും പ്രകാശത്തിൻ്റെ മക്കളാക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 തെസ്സലോനിക്ക 5:5 വചനം പറയുകയാണ്. 1 തെസ്സലോനിക്ക 5:5. നമ്മളെല്ലാവരും പകലിൻ്റെയും പ്രകാശത്തിൻ്റെയും മക്കളാണ്. അത് നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കേണ്ടവരാണെന്ന് വചനം പറയുക. നമ്മൾ ആരും ഇരുട്ടിൻ്റെ മക്കളല്ല. അതായത് പാപത്തിൽ കഴിയേണ്ടവരല്ല. നമ്മൾ പാപത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയാണ് യേശു ഈ ഭൂമിയിൽ മനുഷ്യാവതാരം ചെയ്തത്. വിശുദ്ധിയിൽ ജീവിക്കുവാൻ വേണ്ടിയാണ്, നമ്മൾ ഓരോരുത്തരും പ്രകാശിക്കാൻ വേണ്ടിയാണ് യേശു ഈ ഭൂമിയിൽ പ്രകാശമായി കടന്നു വന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 തെസ്സലോനിക്ക 5:5 വചനം വായിച്ചേ. നമ്മളെല്ലാവരും പ്രകാശത്തിൻ്റെയും പകലിൻ്റെയും പുത്രന്മാരാണ്. നമ്മൾ ആരും തന്നെ രാത്രിയുടെയോ അന്ധകാരത്തിൻ്റെയോ മക്കളല്ല. ഹല്ലേലൂയ. നമ്മളെല്ലാം ആരുടെ മക്കളാണ്? പ്രകാശത്തിൻ്റെ മക്കളാണ്. പ്രകാശത്തിൻ്റെ മക്കളാണെങ്കിൽ നമ്മുടെ പ്രവൃത്തി എങ്ങനെയായിരിക്കും? പ്രകാശമുള്ളവരായിരിക്കും. നമ്മുടെ പ്രവൃത്തി ഇരുട്ടാണെങ്കിൽ നമ്മൾ ആരുടെ മക്കളല്ല? പ്രകാശത്തിൻ്റെ മക്കൾ അല്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന പ്രകാശം.